ഇപ്പൊ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഇപ്പോൾ അവിടെ ഈ പൊങ്കാല കലങ്ങളൊന്നും നിരന്നിട്ടില്ല എങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ പൊങ്കാല ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ കൂടി തിരക്ക് എത്രത്തോളമാണ്? ഇന്നലെ നമ്മൾ കണ്ടതിന് സമാനം തന്നെയാണോ ഇന്നും, അതോ അതിൽ കൂടുതൽ തിരക്കാണോ ഇന്ന് അനുഭവപ്പെടുന്നത്? എന്തൊക്കെയാണ് പൂജ ഇപ്പൊ നമുക്ക് പ്രേക്ഷകരോട് ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശേഷങ്ങളൊക്കെ? സേതു, അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. വഴിയിലെല്ലാം തന്നെ ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മയെ കാണാൻ പോകുന്നവർ, അമ്മയെ കണ്ട് വണങ്ങി തിരിച്ചു വരുന്നവർ, ഇനി എല്ലാവരും പൊങ്കാല ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യൂവിന് ഒരു മാറ്റവുമില്ല. ഇപ്പോൾ ഓരോ കവാടത്തിൽ നോക്കിയാലും ഭക്തജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർക്ക് അമ്മയെ കാണണം, അമ്മയെ കണ്ട് തൊഴുതിട്ട് പൊങ്കാല അർപ്പിക്കണം എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ, അമ്മയെ കണ്ട് തൊഴുതിന് ശേഷം മാത്രമേ അവരിനി പൊങ്കാലയിടാൻ പോവുകയുള്ളൂ. പൊങ്കാലയ്ക്കുടെ ഓരോ ഒരുക്കങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. പെട്ടെന്ന് ആൾക്കാർ വേഗം ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. കാരണം എത്രയും വേഗം തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എവിടെയാണോ പൊങ്കാല ഇടുന്നത് അവിടേക്ക് പോകാനുള്ളൊരു തിടുക്കവുമുണ്ട്. അതോടൊപ്പം ദർശനത്തിനുള്ള തിടുക്കവും ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ തിരക്കിന് യാതൊരു മാറ്റവുമില്ല സേതു. ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ എന്താണോ കണ്ടത് അതിലും കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലായിടത്തും ഇങ്ങനെ വലിയ ജനസഞ്ചയമാണ്. ഒരു മാറ്റവും ഇത്രയും നേരമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇടയ്ക്കിടയ്ക്ക് താലപ്പൊലിക്ക് വേണ്ടി എത്തിയ ബാലികമാരെ നടന്നു പോകുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. പലരും കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ നിന്ന് കാണാം. താലപ്പൊലി എടുത്ത കുഞ്ഞുങ്ങളായാലും ഈ രക്ഷകർത്താക്കളുടെ കൂടെ വന്ന പൊങ്കാല ഇടാൻ വന്ന ആൾക്കാരുടെ കൂടെ വന്ന കുഞ്ഞുങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. അത് പക്ഷേ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നും. പക്ഷേ പലരും വഴിപാടായിട്ട് നടത്തുന്നവരുണ്ട്, എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കൂടെ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഓരോ വർഷത്തെ കാത്തിരിപ്പാണ്. മനസ്സ് നിറഞ്ഞ് തങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും മനസ്സ് നിറഞ്ഞ് പൊങ്കാലയിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. കുറച്ച് മുമ്പേ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള 5 അമ്മമാരെ കണ്ടായിരുന്നു കേട്ടോ. അവർ പറയുന്ന കാര്യമുണ്ട്, അവർ 10 വർഷമായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് വന്ന് പൊങ്കാല ഇടുന്നവരാണ്. ഇത്തവണ 5 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. കുറച്ച് പേര് എല്ലാ വർഷവും വരുന്നുണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് വരുമ്പോൾ അവർ 5 പേര് മാത്രമായിട്ടാണ് വരുന്നത്. അവർ പറയുന്നത് 10 വർഷമായിട്ട് അവർ അടുപ്പിച്ച് പൊങ്കാല ഇടുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ദേവി ആറ്റുകാലമ്മ നിറവേറ്റി തന്നിട്ടുണ്ട് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അല്പസമയം മുമ്പേ നമ്മളിത് കണ്ടതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും പറയുന്നത് മനസ്സ് നിറഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും മുടങ്ങാതെ പൊങ്കാല ഇടുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ആഗ്രഹിച്ച് വന്ന് പൊങ്കാല ഇടുന്ന ഒരുപാട് പേരുണ്ട്. വീട്ടിൽ ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അമ്മമാർ പറഞ്ഞതും കൂടെയുള്ള പലരും വീട്ടിൽ തന്നെയാണ് ഇത്തവണ പൊങ്കാല ഇടുന്നത് എന്നുള്ളത്. എവിടെയാണെങ്കിലും ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസം വന്നാൽ, ക്ഷേത്ര പരിസരത്താണെങ്കിലും തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആ പ്രദേശത്താണെങ്കിലും അവിടെയൊന്നും ഇടാൻ പറ്റിയില്ല എങ്കിൽ പോലും പലരും സ്വന്തം വീടുകളിൽ, അത് എവിടെയായാലും, തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും എല്ലാം സ്വന്തം വീടുകളിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ പൊങ്കാല ഇടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്രത്തോളം മനസ്സറിഞ്ഞ് വിളിക്കുന്നുണ്ട് അവർ ആറ്റുകാലമ്മയെ. അതിനുള്ള ഉത്തമ ഉദാഹരണം പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ തന്നെ കാണാനാകും. ഒരുപക്ഷെ കേരളം കാത്തിരുന്ന ഒരു ഉത്സവം തന്നെയാണ് എന്ന് പറയാം. നമ്മുടെ കേരളക്കാരെ ഒന്നാകെ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തി നിർഭരമായിട്ട് എത്തുന്ന പല സംഭവങ്ങൾ, അതൊന്ന് മണ്ഡലകാലമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒത്തൊരുമിച്ച് കാണുന്നത് തൃശ്ശൂർ പൂരമായിരിക്കും. അതുപോലെ തന്നെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര പരിസരം, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ആ ഒരു ഉത്സവം വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥ മഹോത്സവം തന്നെയാണ്. തിരക്കിനൊന്നും യാതൊരു കുറവുമില്ല. അല്പസമയം ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു, ഈ നേരം ഇങ്ങനെ പുലർന്നു വരുമ്പോൾ പേടിയാണ്. കാരണം ചൂട് കൂടുന്നുണ്ട്. അതിപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പരിസരത്ത് നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി ശരിക്കും പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചൂടൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് വന്ന് തൊഴണം. അത്രത്തോളം കാത്തിരിപ്പാണ് ഓരോ അമ്മയെ കണ്ട് തൊഴാനായിട്ടുള്ള കാത്തിരിപ്പ്, പൊങ്കാല ഇടാനായിട്ടുള്ള കാത്തിരിപ്പ്. ഈ പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത വർഷം ഇനി അടുത്ത പൊങ്കാല ഇടാനായിട്ടുള്ള കാത്തിരിപ്പ്. ഈ പൊങ്കാല കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആയുസ്സും ആരോഗ്യവും നൽകണമേ, അടുത്ത തവണ വീണ്ടും ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ വന്ന് പൊങ്കാല ഇടാൻ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ആൾക്കാരും അനന്തപുരി
അനന്തപുരിയിൽ നിന്നും മടങ്ങുന്നത്. ആ രീതിയിലുള്ള കാഴ്ചകളാണ്. എങ്ങും ഭക്തി നിർഭരമാണ്, അതിന് ഒരു മാറ്റവുമില്ല. ഇനി പൊങ്കാല അങ്ങോട്ടേക്ക് തുടങ്ങുമ്പോൾ 10 മണിക്ക് ശുദ്ധപുണ്യാഹം, അതിനുശേഷം 10:30-ക്കാണ് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നത്, അടുപ്പുവെട്ട് ചടങ്ങ്. ആ അടുപ്പുവെട്ട് ചടങ്ങ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എല്ലായിടത്തേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അങ്ങോട്ടേക്ക് എത്തും. അന്നേരം അനന്തപുരി ആകെ വായ്ക്കുരവയാൽ മുഴങ്ങുന്നതായിരിക്കും. അതിനുശേഷം ശരണമന്ത്രങ്ങളായിരിക്കും, ദേവീ മന്ത്രങ്ങളായിരിക്കും എപ്പോഴും ഉള്ളത്. അടുപ്പിൽ നിന്നും തിളച്ചു തൂങ്ങുമ്പോഴേക്കും തങ്ങളുടെ എല്ലാ ആദികളും വ്യാധികളും എല്ലാം തിളച്ച് പുറത്തേക്ക് പോവുകയാണ്. തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കണമേ, സാധിച്ചു നൽകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഓരോ മനുഷ്യർക്കും ഉള്ളത്. ശരി പൂജ, അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനാണ് തന്നെയാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനപങ്കാളിത്തം ഓരോ വർഷം കൂടിക്കൊണ്ടുവരുന്നതും അതിനൊക്കെ ഉദാഹരണമാണ്.